ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത്, ഇന്ന് നമ്മൾ കാണിക്കാൻ പോണത് നമ്മൾ ഏത് മെഷീനിലായിക്കോട്ടെ, അതായത് സാധാ മെഷീൻ, അതുപോലെ തന്നെ ഡബിൾ മെഷീൻ, പവർ മെഷീൻ, ഏത് മെഷീനിലായിക്കോട്ടെ നമുക്ക് അരികു വശം എങ്ങനെ ചുരുട്ടി അടിക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത്. അതായത് നമുക്ക് അംബ്രല്ല കട്ടിങ്ങിലുള്ള ഫ്രോക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് തയ്ക്കാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ അടിയിലുണ്ടാവുമല്ലോ, അംബ്രല്ല കട്ടിങ്ങിൻ്റെ അടിയിലത്തെ ആ അരികു വശമൊക്കെ നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഉരുട്ടി തയ്ക്കാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രിക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ അരികു വശമൊക്കെ, അതായത് ഒരു ക്രോസ് ആയിട്ട് നമ്മൾ വെട്ടൂലേ, അപ്പോൾ ക്രോസ് ടൈപ്പിൽ വെട്ടണതാണെങ്കിലും നേരെ വെട്ടണതാണെങ്കിലും നമുക്കതിൻ്റെ അരികു വശം എങ്ങനെ ചുരുട്ടി തയ്ക്കാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത്. ഇതൊരുപാട് പേര് നമ്മളോട് ഡൗട്ട് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോസും ഇന്നത്തെ ഇതിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് അതായത് നേരായ തുണിയാണെങ്കിലും ക്രോസ് ടൈപ്പിൽ വെട്ടിയതാണെങ്കിലും അംബ്രല്ല കട്ടിങ്ങിന് വേണ്ടിയിട്ട് ക്രോസ് ടൈപ്പിൽ വെട്ടിയിട്ടുള്ള തുണിയാണെന്നുണ്ടെങ്കിലും എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അരികു വശം ചുരുട്ടി അടിക്കുന്നത് എന്നതാണ് ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ അടിച്ചു വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര സിമ്പിളായിട്ട് അരികു വശം ഉരുട്ടി തയ്ക്കാന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോസിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ വീഡിയോസിൽ കാണുന്ന പോലെ അതിൻ്റെ അടിയിലേക്ക്, തുണിയുടെ അടിയിലേക്ക് നമ്മൾ ചൂണ്ടുവിരൽ വെച്ച് കൊടുക്കുക. ചൂണ്ടുവിരൽ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ചൂണ്ടുവിരൽ വെച്ച് കൊടുത്തിട്ട് തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ ഇതേപോലെ വീഡിയോസിൽ കാണുന്ന അതേപോലെ നമ്മൾ മടക്കി കൊടുക്കുക. ആദ്യമൊക്കെ എനിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് ചുരുണ്ട് വരാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ചുരുണ്ട് വന്നപ്പോൾ അങ്ങോട്ട് ശരിയായി. അപ്പോൾ ആദ്യം നമ്മൾ ആ ചുരുണ്ടെടുത്തില്ല, ആ ഒരു ഭാഗം ഉണ്ടല്ലോ, റൗണ്ടാക്കി എടുത്ത ഭാഗം, അത് നമ്മൾ മെഷീൻ്റെ നടുഭാഗത്തായിട്ട്, അതായത് ആ 2 ഫൂട്ടിൻ്റെ ഉള്ളിൽ നടുഭാഗത്തായിട്ടാണ് നമ്മൾ ആ ഒരു ചുരുണ്ട ഭാഗം വെച്ച് കൊടുക്കേണ്ടത്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത്. അതാണ് ഞാൻ വോയിസിൽ പ്രത്യേകം പറയണത്. നമ്മൾ ആ ഫൂട്ടിൻ്റെ നടുക്ക ഭാഗത്തായിട്ടാണ് നമ്മൾ ആ ചുരുട്ടിയ ഭാഗം വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളത് അവിടെ നിന്ന് കൊണ്ട് ആദ്യം ബാക്കിലേക്ക് ഇങ്ങനെ കെട്ടിട്ടിട്ട് അവിടെ തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് തയ്ച്ചതിന് ശേഷം അവിടെ നിർത്തിയിട്ട് വീണ്ടും നമ്മൾ എന്ത് വരിക, ഈ ചൂണ്ടുവിരലും തള്ളവിരലും കൂടെ ഇങ്ങനെ ആക്കിയിട്ട് അത് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ തയ്ച്ച് കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അറ്റം വരെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അതായത് ചൂണ്ടുവിരൽ അടിയിൽ വെച്ച് തള്ളവിരൽ മേലെ വെച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഇങ്ങനെ തുണി ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചുരുണ്ട് വരുമല്ലോ. അപ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്, ചുരുണ്ട് വരുന്നില്ല എന്നുള്ളവരുണ്ടെങ്കിൽ തുള്ളി വെള്ളം കയ്യുമ്മലാക്കിയിട്ട് ഒന്ന് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അവർക്ക് സിമ്പിളായിട്ട് തന്നെ കിട്ടും. എനിക്ക് വെള്ളം തൊടാണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നല്ലാണ്ട് പിന്നെ നമുക്ക് അങ്ങോട്ട് കറക്റ്റ് ചെയ്തിട്ട് വരും. അതായത് 1-2 പ്രാവശ്യം ചിലപ്പോൾ ഇങ്ങനെ മേലെ താഴെ ഇങ്ങനെ ആക്കിക്കൊണ്ട് ചിലപ്പോൾ നമുക്ക് ചുരുണ്ട് വരില്ല. അതിങ്ങനെ ആക്കി ശീലിച്ചാലാണ് നമുക്കതിങ്ങനെ ചുരുണ്ട് വരുള്ളൂ. അപ്പോൾ തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അംബ്രല്ല കട്ടിങ്ങിൻ്റെ അടിയിൽ വരുന്ന ആ ഒരു സംഭവം തന്നെ നമുക്കായിട്ട് കിട്ടും. അപ്പോൾ അതിനായിട്ട് നമുക്ക് അതിൻ്റെ മെഷീൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ സാധാ മെഷീനാണെങ്കിലും പവർ മെഷീനാണെങ്കിലും ഏത് മെഷീനിലാണെങ്കിലും തുണിയുടെ അരികു വശം നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ചുരുട്ടിയെടുക്കാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജായിട്ടോ അറിയിക്കാം. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം നമ്മളത് ഫുള്ളായിട്ട്, അതായത് അരികുവശം മുഴുവനായിട്ട് നമ്മൾ ചുരുട്ടിയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പണിയുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്കതിൻ്റെ അരികുവശമൊക്കെ ഇങ്ങനെ ചുരുട്ടിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.